പരിസ്ഥിതി സംരക്ഷണം പ്രധാന അജണ്ടയായി വിളിച്ചു ചേർത്ത ഒറ്റപ്പാലം നഗരസഭ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്പോരും പ്രതിഷേധവും. നഗരസഭയിലെ വിവിധ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി UDF അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചതോടെ കൗൺസിൽ യോഗം പ്രകോപിത രംഗങ്ങൾക്ക് വേദിയായി. നഗരസഭാ ചെയർപേഴ്സൺ ജയസുധയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കേണ്ടിയിരുന്ന യോഗത്തിന്റെ തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. നഗരസഭാ പരിധിയിലെ തെരുവുവിളക്കുകളുടെ പരിപാലനത്തിൽ അധികൃതർ ഗുരുതരമായ അലംഭാവം കാണിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആദ്യ പ്രതിഷേധം. UDF കൗൺസിലർ NK ജയരാജൻ കൗൺസിൽ ഹാളിലേക്ക് റാന്തൽ വിളക്കുമായി എത്തിയാണ് വേറിട്ട രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. വലിയ ഒരു പ്രദേശമാണ്. ആ വാർഡില് വഴിവിളക്കുകൾ നാമമാത്രമായ എണ്ണം മാത്രമാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് തവണ പലരെയും വിളിച്ച് പരാതി പറഞ്ഞിട്ടും യാതൊരു തരത്തിലുമുള്ള പരിഹാരവും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ വാർഡിലിപ്പോ ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ കമ്പരാന്തിലോ അല്ലെങ്കിൽ പഴയ കാലത്ത് ചൂട്ട് കത്തിച്ച് നടക്കുന്ന ആ സമ്പ്രദായത്തിലേക്കോ പോകേണ്ട അവസ്ഥയാണ്. ലൈറ്റുകൾ കത്തുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വരെ പറഞ്ഞിരുന്നത് നഗരസഭയിൽ നിന്നും ഫണ്ട് കിട്ടുന്നില്ല, അത് കാരണം കൊണ്ട് പണി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്നാണ്. ഇപ്പോ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പപ്പു പറഞ്ഞതുപോലെ ഇപ്പൊ ശരിയാക്കി തരാമെന്നതല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടാവുന്നത് കാണുവാനില്ല. തെരുവ് നായ്ക്കൾക്ക് എല്ലാ തരത്തിലും എന്തും കാണിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് നമ്മുടെ നഗരസഭ. വഴിവിളക്കുകളില്ലാത്തതിന്റെ പ്രയാസം റോഡിലൂടെ നടന്നു പോകുന്ന ആളുകൾ തെരുവ് നായ്ക്കളിൽ നിന്നും പന്നികളിൽ നിന്നും വ്യാപകമായ രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ നായ്ക്കളുടെ കടികൊള്ളുന്ന ആളുകളുണ്ട്, പുറത്ത് പറയുന്നവരുണ്ട്, പറയാത്തവരുണ്ട്. വലിയ പ്രതിഷേധമാണ് വാർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നഗരം ഇരുട്ടിലായിട്ടും നഗരസഭ കണ്ണടച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. തെരുവിളക്ക് പ്രശ്നത്തിന് പിന്നാലെ നഗരത്തിൽ രൂക്ഷമാകുന്ന തെരുവുനായ ശല്യത്തെക്കുറിച്ചും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു. ഈ വിഷയത്തിൽ നഗരസഭ അടിയന്തരമായി നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച മുസ്ലിം ലീഗ് കൗൺസിലർ PMA ജലീൽ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധിച്ചു. അതിന്റെ പേരിൽ നിങ്ങൾ എന്തും ചെയ്യൂ, അത് പറയാം. അല്ലാതെ ഈ ആളുകളൊക്കെ തെരുവായി അടിച്ചുകൊണ്ടിരിക്കുക. ഈ കാര്യത്തിൽ നടപടിയില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ കൊടുത്ത കത്ത് കാണിക്കൂ. നിങ്ങൾ കഴിഞ്ഞ കൗൺസിലിന്റെ ഭാഗമായിട്ട് ഈ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് കൊടുത്ത കത്ത് പറയൂ. എല്ലാ കൗൺസിലിലും ഈ ഒരു കൗൺസിൽ കഴിഞ്ഞാൽ അടുത്ത കൗൺസിൽ ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ കൗൺസിലിന് തീരുമാനം വായിക്കണം. അത് താങ്കൾ ചെയ്യുന്നില്ല, ഇന്നും ചെയ്തില്ല. തന്ന ഡിപ്പാർട്ട്മെന്റ് കത്ത് കാണിക്കുന്നതിന് ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ പരസ്യം കൊടുത്തോ ABC ബ്രോക്കറിന്റെ ഷെൽട്ടർ നിർമ്മിക്കാൻ നിങ്ങൾ കണ്ടുപിടിച്ചോ? ഈ കാര്യങ്ങളുടെ ഇന്ന് മറുപടി പറയൂ. ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് മാത്രം നോക്കുന്ന ഒരു ചെപ്പടി വിദ്യ അതൊന്നും കിട്ടുവാൻ കഴിയാൻ ഒമാനസെക്രട്ടറി മറുപടി പറയാം. പ്രതീക്ഷിക്കുന്നത് അല്ല, സെക്രട്ടറി പറഞ്ഞോട്ടെ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ബാക്കി ഭാഗമാണ് സെക്രട്ടറി പറഞ്ഞത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് പറയട്ടെ, അത് പറയാ പറയട്ടെ. അത് പറഞ്ഞോട്ടെ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ കൂടുതൽ കാര്യങ്ങളാണ് പറഞ്ഞത്. അല്ല, ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. എന്റെ ഭാഗം എനിക്ക് പറയാതെ പറയാൻ വേണ്ടേ? അല്ല, അതില് ആ പറയുന്ന കാര്യം അർത്ഥമല്ല. ഇവിടെ തെരുവുനായുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കസ്റ്റോഡിയൻ മറുപടി പറയട്ടെ. തെരുവുനായുമായി ബന്ധപ്പെട്ട സെക്രട്ടറി മറുപടി പറയട്ടെ. മറുപടി പറയൂ. നിങ്ങൾ കേൾക്കാൻ തയ്യാറാവൂ. നിങ്ങൾ പറഞ്ഞപ്പോ കാര്യം കേട്ടല്ലോ. അങ്ങനെ പറഞ്ഞത് ശരിയല്ല. ഞാൻ പറയട്ടെ. സെക്രട്ടറി പറയുന്നത് പറയൂ. ജലീൽ നടുത്തളത്തിൽ ഇറങ്ങിയതോടെ ഭരണപക്ഷാംഗങ്ങളും കടുത്ത ഭാഷയിൽ ശബ്ദമുയർത്തിയതോടെ സഭയിൽ വാക്കേറ്റം രൂക്ഷമായി. ഇരുപക്ഷവും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ കൗൺസിൽ ഹാൾ കുറച്ചു സമയം ബഹളമയമായി. ഭരണപക്ഷത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച UDF കൗൺസിലർമാർ പിന്നീട് പ്ലക്കാർഡുകളുമേന്തി സഭയുടെ നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു.
വികസന വിരുദ്ധ നയങ്ങൾക്കെതിരെയും ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു കുത്തിയിരിപ്പ് സമരം. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അനാവശ്യമാണെന്നും കൗൺസിൽ യോഗം തടസ്സപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നതെന്നും ഭരണപക്ഷം കുറ്റപ്പെടുത്തി. എന്നാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ പ്രതിഷേധം തുടരുമെന്നാണ് UDF അംഗങ്ങളുടെ നിലപാട്. വലിയ ബഹളത്തിനും തർക്കങ്ങൾക്കും ഒടുവിലാണ് കൗൺസിൽ യോഗം അവസാനിച്ചത്. ഒറ്റപ്പാലം നഗരസഭയിലെ വിവിധ വാർഡുകളിൽ തെരുവിളക്കുകൾ കത്താത്തത് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത്. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാ കൗൺസിലർമാർക്കും ഒരുപോലെ പരാതിയുള്ള ഈ വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാൻ ഭരണസമിതി തയ്യാറാകുന്നില്ലെന്ന് UDF കൗൺസിലർ NK ജയരാജൻ പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭയിലെ എല്ലാ പ്രദേശങ്ങളിലും വഴിവിളക്കുകൾ കത്താത്ത വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങൾ. ഈ വിഷയം എല്ലാ നഗരസഭാ കൗൺസിലർമാരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഭരണപ്രതിപക്ഷ ഭേദമന്യേ എല്ലാവർക്കും വലിയ രീതിയിലുള്ള പരാതികളുള്ള ഒരു വിഷയമാണ്. ഇതിന് എതിരായിട്ട് യാതൊരു വിധത്തിലുള്ള നടപടികളും എടുക്കാൻ നഗരസഭാ ഭരണസമിതിക്ക് കഴിയുന്നില്ല. ഒരുപാട് തവണ പരാതിപ്പെട്ടിട്ടുണ്ട്, പലരും പരാതിപ്പെട്ടിട്ടുണ്ട്. ഒരു നടപടിയും എടുക്കാൻ ഈ നഗരസഭാ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ ഈ കരാറുകാരൻ്റെ നമ്പറൊക്കെ പബ്ലിക്കിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിളിക്കുന്നതിനപ്പുറത്തേക്ക് പബ്ലിക്കും ഈ കരാറുകാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം വിളിക്കുമ്പോഴൊക്കെ ശരിയാക്കി തരാം എന്ന് പറയുക എന്നതല്ലാതെ യാതൊരു തരത്തിലും ജനങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിലുള്ള ഒരു നടപടിയും ഇവിടെ ഭാഗത്തുണ്ടാവില്ല. രാത്രി 6 മണി കഴിഞ്ഞാൽ നഗരസഭയിലെ പല പ്രദേശങ്ങളും ഇരുട്ടിലാണ്. വിളക്കുകൾ കത്താത്തതിനാൽ രാത്രികാലങ്ങളിൽ ജനങ്ങൾ വലിയ ഭീതിയിലാണെന്നും പ്രതിക്കൂട്ടിലായ ഭരണസമിതിയെ ന്യായീകരിക്കാൻ നഗരസഭാ സെക്രട്ടറി ചെപ്പടി വിദ്യകൾ കാണിക്കുകയാണെന്നും UDF കൗൺസിലർ PMA ജലീൽ ആരോപിച്ചു. തെരുവ് നായ്ക്കളെ പിടികൂടുന്നതിനായി ABC കാച്ചേഴ്സിനെ നിയമിക്കാൻ ഫോണിലൂടെ അനുമതി ലഭിച്ചുവെന്ന നഗരസഭാ സെക്രട്ടറിയുടെ വാദം വെറും ഒളിച്ചുകളിയാണെന്ന് കൗൺസിലർ ജലീൽ പറഞ്ഞു. എവിടെയാണ് കത്ത് നൽകിയതെന്നും പരിശീലനം നൽകിയതെന്നും വ്യക്തമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷമായി ജനങ്ങളെയും കൗൺസിലർമാരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നഗരസഭയുടെ ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും വീഴ്ച വരുത്തുന്ന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കൗൺസിലർമാർ വ്യക്തമാക്കി. ജയരാജ് സൂചിപ്പിച്ച തെരുവിളക്കിന്റെ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്, ഗൗരവമുള്ളതാണ്. ഒപ്പം ഞങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് തെരുവ് നായകളുടെ വിഷയം. തെരുവ് നായകളുടെ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം അത് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം കൗൺസിൽ യോഗം ചേർന്നു. വെറ്റിനറി ഡോക്ടർ വന്നു. പക്ഷേ ആ കൗൺസിലിന്റെ തീരുമാനങ്ങൾ ഒന്നും തന്നെ നടപ്പാക്കിയിട്ടില്ല. വെറുതെ ഇന്ന് കൗൺസിൽ യോഗം ചേർന്നപ്പോൾ ഞങ്ങൾ തെരുവ് നായകളുടെ വിഷയം എടുത്തു പറഞ്ഞപ്പോൾ ഒരു ചെപ്പടി വിദ്യ. എന്താണ് ചെപ്പടി വിദ്യ? തെരുവ് നായകളെ പിടികൂടുന്നതിന് വേണ്ടി ABC കാച്ചേഴ്സിന് ഉപയോഗിക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നാണ് സെക്രട്ടറി അതിനുള്ള മറുപടിയായി പറഞ്ഞത്. ഞങ്ങൾ എവിടെ അനുമതി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഫോണിലൂടെയാണ് ലഭിച്ചത് എന്ന്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോ സമയത്തും ആ സമയത്ത് രക്ഷപ്പെടേണ്ട കാര്യങ്ങൾ എന്താണ് അതിന് അനുസരിച്ച് മറുപടി പറയാം. ഇത് കഴിഞ്ഞ 5 വർഷക്കാലം ഈ സെക്രട്ടറിയും ഈ വൈസ് ചെയർമാനും പറഞ്ഞു ഫലിപ്പിച്ച ജനങ്ങളെ വിഡ്ഢികളാക്കിയ കൗൺസിലർമാരെ ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്വഭാവമാണ്. ഞങ്ങൾ ചോദിച്ചു എവിടെ നിങ്ങൾ കത്ത് കൊടുത്തത്? മറുപടിയില്ല. ഞങ്ങൾ ചോദിച്ചു എവിടെ കാച്ചേഴ്സിനെ പിടിക്കാനുള്ള ഉത്തരവ്? മറുപടിയില്ല. എവിടെ കാച്ചേഴ്സിനെ പരിശീലനം കൊടുക്കാനുള്ള പരസ്യം? മറുപടിയില്ല. ഇതൊന്നും ചെയ്യുന്നില്ല.
ഇതുപോലൊരു സെക്രട്ടറിയും ഇതുപോലൊരു ഭരണസമിതിയും ഈ കേരള സംസ്ഥാനത്ത് തന്നെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇത്തരം കാര്യത്തിൽ നടപടിയെടുക്കാത്ത സെക്രട്ടറിക്കെതിരെ നിയമ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് സൂചിപ്പിക്കുന്നത്.